ശരി, സുരേഷ് കരിയാട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഖത്തറിൽ നിന്നാണ് സുരേഷ് ചേരുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി തന്നെയാണ് അദ്ദേഹം. സുരേഷ്, ഖത്തറിൽ വ്യോമമാർഗമുള്ള സഞ്ചാരം പൂർണ്ണമായും തടയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രത്യേക വിമാന സർവീസുകൾ മാത്രം നടക്കുന്നു എന്നതാണ് വിവരം. എന്താണ് ഖത്തറിലെ സാഹചര്യം? മലയാളി സമൂഹം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പലയിടങ്ങളിലും ഈ അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിൽ അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ? ആദ്യമേ നോക്കൂ, ഞാൻ എൻ്റെ സഹ പാനലിസ്റ്റിന് ഒരു നന്ദി പറയുകയാണ്. എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു ഡിസ്കഷൻ സംഘടിപ്പിച്ച ന്യൂസ് 18 പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഖത്തറിൽ നോക്കൂ, ഇവിടെ സ്ഥിതിഗതികൾ വളരെ വളരെ ശാന്തമാണ്. ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇടപെടലുകളും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലുകളും കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ് എന്നൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഈ രാജ്യത്തില്ല. എല്ലാം സുരക്ഷിതരാണ്, എല്ലാവരും സുരക്ഷിതരാണ്. പിന്നെ ഒരു യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രോട്ടോകോളുകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പാലിക്കുന്നു. നമ്മളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഇവിടുത്തെ അധികാരി വർഗം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നു. നമ്മളെ സുരക്ഷിതരായ അവരുടെ കൈകൾ ഞങ്ങൾ ഉറങ്ങുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളല്ലാതെ ഈ രാജ്യത്ത് മറ്റൊരു ബുദ്ധിമുട്ടും ഇവിടെയുള്ള ജനതയ്ക്ക് നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ മാധ്യമങ്ങളും അതേപോലെയുള്ള ചാനലുകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ചില ന്യൂസുകൾ നമ്മുടെ നാട്ടിലുള്ളവർ കേൾക്കുമ്പോൾ അവര് ഭയചകിതരാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഭാഷണങ്ങൾ നമ്മൾ ഒരു വാർത്താ മീഡിയത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾ കൂടെ അതിലൊരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇത്ര ഗുരുതരമല്ല എന്നുള്ള രൂപത്തിൽ അറിയിക്കാനുള്ളൊരു ബാധ്യത കൂടി മാധ്യമ പ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടെ സഹകരിക്കണം. നമ്മൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചർച്ചയും വെച്ചിരിക്കുന്നത്. നോക്കൂ, പക്ഷേ 100 കണക്കിന് ഡ്രോൺ വരുന്ന ഒരിടം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരിടം എന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നെനിക്ക് അറിയില്ല. കാരണം ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകൾ, മിസൈലുകൾ എത്രയാണ് എന്നതിന്റെ കണക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ അത് നൽകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് വരെ റെസ്ട്രിക്ഷൻസ് ഉള്ള നാടാണ് നിങ്ങളുടേത്, നിങ്ങളൊക്കെ അധിവസിക്കുന്ന ഇടങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? ഒഫീഷ്യലായി നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എങ്ങനെയാണ് മീഡിയയുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ എന്താണ്? അത്തരമൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾക്ക് വന്നിട്ടേ ഇല്ല. ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്, ഇവിടെ വളരെ സുരക്ഷിതരാണ്. ഇനി വല്ല ഒരു ത്രെട്ടും വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള വിവരങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സുരക്ഷിതരാണ്. നാളിതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ ഓഫീസിൽ പോകുന്നു, വരുന്നു, പുറത്തിറങ്ങുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു. അല്ലാതെ വീട്ടിൽ അടച്ച് ഒതുങ്ങി ഒരു മൂലക്കിരിക്കുകയല്ല ചെയ്യുന്നുള്ള കാര്യം കൂടെ ഈ സംഭാഷണത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, അത് എല്ലാവർക്കും, പ്രവാസി മലയാളികളുള്ള വീടുകളിലെ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വിവരം തന്നെയാണ് സുരേഷ് കരിയാട് പങ്കുവച്ചിരിക്കുന്നത്. ഖത്തറിൽ എന്തായാലും അത്തരം സിറ്റുവേഷൻസ് ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, മറ്റ് അതിഥികളിലേക്ക് വരാം. ശ്രീ നിർമ്മൽ, നോക്കൂ, ഇവിടിപ്പോ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയുന്നിരുന്നത് എണ്ണ സമ്പുഷ്ടീകരണം അവർ നടത്തുന്നു. മറ്റ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും പ്രതിരോധം എന്നത് അത് ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുന്ന ഒരു മേഖലയായി കരുതിയിരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങളെക്കുറിച്ച് പുറമേക്ക് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ നോക്കൂ, 9ാം ദിവസമാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും അവരെ ലക്ഷ്യമാക്കി വരുന്നത്. അതിൽ മിക്കതും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ സിറ്റുവേഷനെ കരുതിയിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനെ നേരിടാൻ പര്യാപ്തമായ വിധത്തിലുള്ള സംവിധാനവും സുരക്ഷാ കാര്യങ്ങളും ഒരുക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണോ ഈ 9 ദിവസം നമുക്ക് നൽകുന്ന പാഠം? തീർച്ചയായിട്ടും ഈ അറ്റാക്ക് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അമേരിക്ക തന്നെ കൊടുത്ത പേട്രിയറ്റ്, നസാംസ്, താഡ് തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല US മിലിറ്ററി ബേസസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് പ്രത്യേക ഇൻട്രസ്റ്റും ഉണ്ട്.
എന്നാൽ ഇറാനുമായിട്ട് നമ്മളിപ്പോ ഒരു നേർക്കുനേർ യുദ്ധം എന്നുള്ള നിലയ്ക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം 1-on-1 നടത്താനാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊന്നും ഒരു പക്ഷേ അത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. അവിടെ ഉള്ള ഏരിയയിൽ ഇറാനാണ് ഏറ്റവും അധികം. കാരണം അവര് അങ്ങനെ ഒരു സ്ഥലമാണ് അമേരിക്ക ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന, ഇസ്രായേൽ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ നാച്ചുറലി പ്രിപ്പയർഡ് ആണ്, മിലിറ്ററിലി പ്രിപ്പയർഡ് ആണ്. IRGC ഉണ്ട്, ബാസേജ് മിലീഷ്യാസ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു രീതി വേറെയാണ്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ദുബൈയോ അല്ലെങ്കിൽ അബുദാബിയോ അല്ലെങ്കിൽ ഖത്തറിനെയോ ഒക്കെ കാണുന്നത്, അല്ലെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള യാത്ര ചെയ്യാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, എന്ത് യുദ്ധം വന്നാലും ബാധിക്കാത്ത സ്ഥലങ്ങൾ എന്ന നിലയ്ക്ക് കണ്ടുവരുന്നതാണ്, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ. പക്ഷെ ആ ഒരു റെപ്യൂട്ടേഷന് ഇപ്പൊ നിലവിലിപ്പം ഈ ഒരു യുദ്ധം എവിടെയും എത്താതെ അവസാനിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഇറാനും പ്രത്യേകിച്ച് ഒന്ന് വീക്കൻ ചെയ്തു, പക്ഷെ അമേരിക്ക അവിടെ നിന്ന് പിന്മാറി എന്ന് വിചാരിക്കുക. അതിനുശേഷം ഒരു പക്ഷേ ചെറിയ രീതിയിൽ, വലിയ രീതിയിലുള്ള ചെറിയ രീതിയിൽ റെപ്യൂട്ടേഷനെ ബാധിക്കാം. കാരണം വെച്ചാൽ ആ സേഫ് ഹേവ് എന്നുള്ളൊരു ചിന്താഗതി മാറാം. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും. ഒരു ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ഒരു മേഖല എന്ന് പറയാൻ പറ്റത്തില്ല, യുദ്ധം നടത്തുന്ന ഒരു മേഖലയാണ്. എന്നിട്ട് പോലും തിരിച്ച് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. എന്നിട്ട് പോലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ GDP-യുടെ 5% 2 വർഷം മുന്നേ, ഇന്നത് 3% കുറഞ്ഞു. കാര്യമായ രീതിയിൽ മറ്റ് ചെലവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി തന്നെ മുന്നോട്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാന്റെ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ മിലിറ്ററി ആയിട്ടുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വശം നിൽക്കുന്നു. ഇനി ഇന്ത്യനെ ഇത് എങ്ങനെ, ഇപ്പം എണ്ണയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭാഗ്യവശാൽ ഇവിടെ ക്രൂഡ് ഓയിലിന് തടസ്സമുണ്ടെങ്കിൽ പോലും എണ്ണയുടെ വില കൂടാത്തത് നമുക്ക് റിസർവ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ മറ്റ് കാര്യങ്ങളുടെയും കൂടെ ഉണ്ട്. നമ്മൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന്റെ പൊതുവെ പറയുമ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് തടസ്സപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ക്രൂഡ് ഓയിൽ കൂടാതെ LNG, LPG, പ്രത്യേകിച്ച് LNG ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫെർട്ടിലൈസേഴ്സിന് ഏറ്റവും, ഫെർട്ടിലൈസേഴ്സ് സെൽഫായിട്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയ ഒരു കാര്യമാണ്. അത് കിട്ടുന്നില്ല. LPG-യിൽ നമുക്ക് ഒട്ടും സ്റ്റോക്കില്ല, റിസർവ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് 60 രൂപ ഇന്നലെ കൂട്ടിയത്. കൊമേഴ്ഷ്യൽ ഗ്യാസ് 115 രൂപ കൂട്ടിയത്. മാത്രമല്ല ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 90% ഫെർട്ടിലൈസേഴ്സും മേടിക്കുന്നതും അത് വരുന്നതും ഈ റൂട്ടിൽ കൂടെയാണ്. അപ്പൊ അതൊക്കെ ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് സംഭവിക്കാൻ പോകുന്ന വേറൊരു ചേഞ്ച്, അതായത് ഈ യുദ്ധം നീണ്ടുപോയാൽ സംഭവിക്കാൻ പോകുന്ന വേറൊരു ചേഞ്ച്, പലരും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉള്ള നിരന്തരമായിട്ട് എണ്ണയും ഫെർട്ടിലൈസേഴ്സും LNG-യും LPG-യും ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പതിയെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് നോക്കി പോകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ തന്നെ 2 ദിവസം മുന്നേ അമേരിക്കൻ, ഇപ്പൊ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഓയിൽ ഡീൽസ് താൽക്കാലികമായിട്ട് മാറ്റിവെച്ച് അമേരിക്കയുമായിട്ട് അവരുടെ ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഇന്ത്യയും കുറച്ചൊക്കെ അമേരിക്കയിലിട്ട് ഇപ്പൊ LNG LPG-യുടെ കേസിൽ മൂവ് ചെയ്യും. മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, നൈജീരിയ, അങ്കോള പോലുള്ള രാജ്യങ്ങളുണ്ട്, അങ്ങോട്ടും കുറച്ച് രാജ്യങ്ങൾ മാറും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന രാജ്യങ്ങൾ കുറച്ചൊക്കെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് തേടിപ്പോകും. അത് ഈ രാജ്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ക്ഷീണം ചെയ്യും. ആസ് ഓഫ് നൗ അവിടെയുള്ള മറ്റ് പാനലിസ്റ്റുകൾ അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത ആളുകൾ പറയുന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.